എനിക്കൊരു ഹിറ്റ് മേക്കർ എന്ന് പറഞ്ഞാൽ അത് KRS തന്നെയാണ്. പക്ഷെ എങ്കിലും ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നത് കഴിഞ്ഞൊരു 3-4 സിനിമകൾ സാറിന് വർക്ക് ആയില്ല എന്ന് പറഞ്ഞ മീഡിയയിലൊക്കെ ഒരുപാട് ന്യൂസുകൾ അതിനെപ്പറ്റി ഞാൻ അതെ ക്രിക്കറ്റ് കളിക്കുന്ന ബാറ്റർമാർ എല്ലാ കളിക്കും സെഞ്ചുറി അടിക്കും. ചിലപ്പോൾ ഡെത്തായിട്ടുണ്ടാവും, ചിലപ്പോൾ സെഞ്ചുറി അടിക്കും. എല്ലാ കളിക്കും സെഞ്ചുറി അടിക്കാമെന്നുള്ളതാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് 3 കളിയൊക്കെ അടുപ്പിച്ച് തക്കാവുന്നതാണ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. സാർ ഞാൻ വേറെ ചോദിച്ചോട്ടെ, സാർ ഇപ്പോൾ അടുത്തൊരു സിനിമ ചെയ്യാൻ പോകാണെന്നൊക്കെ അതിനെക്കുറിച്ച് അടുത്തൊരു സിനിമ ചെയ്യാൻ പോകും. ടീച്ചേഴ്സിനെ പറയാൻ പറ്റുന്ന അവസ്ഥ അല്ല, അതിനെക്കുറിച്ച് ഇപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറയാൻ പറ്റില്ല. നിങ്ങൾ തന്നെ പറഞ്ഞില്ല, എന്നെ കഴിഞ്ഞ കുറച്ച് പടങ്ങൾ ഫ്ലോപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണെന്നത്. അപ്പോൾ അതിനുവേണ്ട ചേരുവകളെല്ലാം പുതിയ സിനിമയിലുണ്ടാകും. സാർ അത് കുറേ നാളായി ഇങ്ങനെ അനൗൺസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സാർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഉടനെ ഉണ്ടാവില്ല സാർ, ഡിലേ എന്താണ്? അത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൊഡ്യൂസർമാരെല്ലാം വലിയ വലിയ ഹിറ്റ് ഡയറക്ടേഴ്സിനെ പുറകെയാണ്. എൻ്റെ 3-4 പടങ്ങൾ കോപ്പായതുകൊണ്ട് പ്രൊഡ്യൂസർമാർ എൻ്റെ പുറകെ കിടന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. സാർ സിനിമയ്ക്ക് എല്ലാവരും വിജയ ആശംസിച്ചു. പുതിയ ടെക്നീഷ്യൻസ് ഒക്കെ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ് അല്ല സാർ, പുതിയൊരു ടീമിനായിട്ട് തീർച്ചയായിട്ടും ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പുതിയ ടെക്നീഷ്യൻസിനെ കുറിച്ച് പ്രതീക്ഷിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പുതിയൊരു സന്ദർഭമായിട്ട് സാർ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഒരു വിജയാശംസകൾ നേരുന്നു. സാർ നമ്മുടെ ആശാൻ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടക്കുകയാണ്. സ്റ്റേജിലേക്ക് നടക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? താങ്കളുടെ ആരോഗ്യം വർക്ക് ചെയ്യുന്നുണ്ടോ? ഓ മാമനാണ്, മാമന്റെ കോട്ടയം ഏരിയയാണ് അല്ലേ? പക്ഷെ നിങ്ങളെ പറ്റി സത്യം പറഞ്ഞ ഒരുപാട് കംപ്ലൈന്റ് കേട്ടു. ഒന്നും സമയത്ത് വരില്ല, വന്നാൽ തന്നെ ആളെ കാണില്ല. ഇതിനുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പോകുന്നില്ല. കുഴപ്പമൊന്നുമില്ല. ഓ പക്ഷെ എനിക്ക് സമയത്ത് വരാറുള്ള കുശിപ്പുണ്ടാകാൻ പറയുന്നത്. പക്ഷെ എന്നോട് ഈ ഒരു കംപ്ലൈന്റ് എപ്പോഴും കേൾക്കുന്നതാണ്. അതെന്നെ വന്ന സ്ഥിതിക്ക് KRS സാറിനെ അറിയാമല്ലോ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്റ്റേജിലെ കയറി എല്ലാവരും ഒന്ന് കൈ കാണിച്ചു പോകാം. ആ പേര് തന്നെ അമ്പാടി. എന്നാൽ വേണം സ്റ്റേജിൽ കയറി നോക്കിയാലോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഒരുപാട് പേര് ആദ്യമായിട്ടാണ് യൂണിറ്റ് ഓഫീസറായിട്ട് വരുന്നത്. ഞാനും ആദ്യമായിട്ടാണ് യൂണിറ്റ് ഓഫീസറെ ചെയ്തത്. സന്തോഷം. വരികയാണ് സൂപ്പർ സ്റ്റാർ ഭയങ്കര ആരാധകരാണ്. സാറിന്റെ കഴിഞ്ഞ ഒരു 3-4 സിനിമകൾ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആണെന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. എന്ത് ചെയ്യാനാണ് സാർ കുട്ടികൾ സാർ ഇതാണ് സാർ ശിങ്കാരി ശിങ്കാരിയാണ് സാറിന് കണ്ണാടികൾ സപ്ലൈ ചെയ്യുന്നത്. ശരിയാണ് സാർ. സാർ അടുത്ത ഇനിയിപ്പോൾ KRS സാറിന്റെ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകണമെന്ന് ഞങ്ങൾ കേട്ടു. അതിനെക്കുറിച്ച് ഒന്ന് പറയാം. കഥ കേട്ടു. KRS ആഗ്രഹമല്ലേ ചെയ്ത KRS ഞങ്ങളോട് തിരിച്ചാണ് പറഞ്ഞത്. സോറി, എഴുതി കൊടുത്ത ചോദ്യം മാത്രമേ ചോദിക്കാൻ. സാർ ക്ഷമിക്കണം സാർ. നമ്മൾ എന്തായാലും നമ്മുടെ റിട്ടാർഡ് സാർ വന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് അവിടെ ഒരു വലിയ സ്റ്റേജ് ഉണ്ട്, ഒരുപാട് പേര് അവിടെ സാറിനെ കാണാൻ കാത്തിരിക്കുന്നുണ്ട്. സാർ ഞങ്ങൾക്ക് വേണ്ടി സാർ ചെയ്താൽ ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യമായിരിക്കും. ഒരു റാമ്പ് ഓഫ് ചെയ്തിട്ട് താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സോ മച്ച്. പേര് അനന്തനാണോ? അതെ, സത്യമായിട്ട് എനിക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല, ഫ്രാങ്കാണ്. ഒന്ന് പരിചയപ്പെടാമോ? അനന്തൻ എന്ത് ചെയ്തു?
ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ KRS ഒന്ന് കാണാം. KRS കാണാം, പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് തന്നാൽ പ്ലീസ്. ഇത് അങ്ങനെ ഒരു ഇവന്റ് അല്ല ഉള്ളൂ. നമുക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ബന്ധം വെച്ച് അങ്ങനെ കാണിക്കാൻ പറ്റും. എന്നിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ എത്ര പേടിച്ചാൽ നിൽക്കുന്നത് എന്താ ചെയ്യുന്നത്? ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. വർക്ക് ചെയ്തിട്ടുണ്ടോ? എത്ര പുള്ളിയോട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹം. വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ? ഇത് മാത്രമാണ് ജോലിയും ജോലിയില്ലാത്തവർക്കൊക്കെ പറ്റിയ പണിയാണ് അസിസ്റ്റന്റ്. നമ്മളൊക്കെ കുറെ കണ്ടിട്ടുള്ളതാണ്. കഷ്ടപ്പെട്ട പരിപാടിയാണ് ഡയറക്ടറിന്റെ ആട്ട് കേൾക്കണം, ഉപ്പ് കേൾക്കണം, പല പരിപാടികളാണ്. ആ ഡയറക്ടറെ സന്തോഷിപ്പിക്കണം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടുള്ളത്. ഇത്രയ്ക്ക് ആഗ്രഹമല്ലേ? പിന്നെ KRS കുറച്ച് മുന്നോട്ട് പോയിട്ട് അതോട് പോയിട്ടുണ്ട്. പറ്റുമെങ്കിൽ ആ സൈഡിലോട്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ വർക്ക് എന്തെങ്കിലും എടുത്ത് കാണിച്ച് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറ്റാൻ പറ്റുമോ ചോദിച്ചോ? പുള്ളി വരുന്നു. തെറ്റാണ്. ചുമ്മാ ചോദിച്ചാൽ അപ്പം തന്നെ എടുത്ത് മറ്റേ എഴുതി തരും കയ്യിൽ. ട്രൈ നോക്കണം. അങ്ങനെയൊക്കെയായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ വളരെ പറഞ്ഞിരിക്കുന്നത് ഈ അപ്പാർട്ട്മെന്റ് പേര് വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇക്ലാസ് അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെന്റിന്റെ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആശാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. ആശാൻ ഇക്ലാസ് അപ്പാർട്ട്മെന്റിന്റെ പ്രസിഡന്റ് സെക്രട്ടറി പ്രസിഡന്റ് മുഖം കണ്ടിട്ട് ആക്കിയതാണോ? അവർക്ക് ക്ലാസ്സിലൊക്കെ ഉള്ള ഒരാളോടൊന്നും നിർബന്ധമാ അങ്ങനെ ആക്കിയതായിരിക്കും. അതിന് ഒരുപാട് സന്തോഷം. സിനിമയുടെ ഒരു ട്രെയിലർ ലോഞ്ചിന് വന്നതാണോ? സിനിമയിലൊക്കെ ഒരുപാട് പരിചയക്കാരുണ്ടാവുമായിരിക്കും. നേരത്തെ KRS സാറിനെ അറിയാമോ? ഡയറക്ടർ ഞാൻ കേട്ടിട്ടുണ്ട്. വലിയ സംവിധാനം കേട്ടിട്ടുണ്ട്. പരിചയപ്പെടാൻ പറ്റുമോ? ശരിയാ കയറ്റി വിടാം. KRS സാറുണ്ട്, സൂപ്പർ സ്റ്റാർ കരൺസുണ്ട്, ഒരുപാട് പേരുണ്ട്. ഞാൻ ഇതൊക്കെ റീലൊക്കെ ചെയ്യുന്ന ആളാണ്. അത് പറഞ്ഞപ്പോഴാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്ര റീച്ച് ചെയ്യുന്നത്, എത്ര ലൈക്സ് അല്ലേ? ലൈക്കൊന്നും കിട്ടത്തില്ല. ആരെങ്കിലും കൈ തെറ്റി ഒന്നാലുണ്ടോ ഒന്നല്ലേ? ഇല്ലെങ്കിൽ ഞാൻ ആദ്യത്തെ ഒന്ന് നമ്മൾ തന്നെയാണ്. എന്നാലും ആശാൻ ഒരുപാട് സന്തോഷം കണ്ടത്, ഒരുപാട് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്തോ മറ്റേ സൂര്യനെ പിടിക്കുന്ന എന്തോ ഒരു റീലിട്ട് അത് ആശാനല്ലേ? അതിട്ടു. പിന്നെ ഞാൻ തന്നെ അതിന്റെ മോഹത്തിൽ എടുത്തു വീഴും. എനിക്കറിയാം. എന്റെ ആശാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് അവിടെ അകത്ത് ഒരുപാട് പേരിപ്പുണ്ട്. അറ്റുമെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിലുള്ളവരുണ്ട്. പിന്നെ നമ്മുടെ ആശാൻ ഇതേ പേര് വേറെ സിനിമ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തുള്ളവർ എല്ലാവരും കൂടെ അകത്തിരിപ്പുണ്ട്. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ട്. അപ്പൊ ശരിയാ, താങ്ക് യു. പറ്റുമെങ്കിൽ കൂടെ റീൽ എടുക്കാൻ